ടാറ്റയുടെ ചെറുവാഹന ശ്രേണിയിലെ ആദ്യ സംരംഭമായ നാനോ കാർ കേരളത്തിലും ആകർഷവും മികവും വിലയും കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. വിവിധ കേന്ദ്രങ്ങളിൽ പ്രദർശനത്തിനെത്തിയ ചെറുകാറിനെ കാണാനും അറിയുവാനും വൻ തിരക്കാണ്. ചെറുകാറാണെന്ന് പറയുന്നുണ്ടെങ്കിലും നിലവിൽ നിരത്തിലുള്ള ചെറിയ വാഹനങ്ങളെക്കാൾ 21% വലിപ്പമുണ്ട് ഈ കാറുകൾക്ക്. കാഴ്ചയിലും മോടിയിലും ആകർഷകമായ നാനോ കാർ 3 മോഡലുകളാണ് പുറത്തിറക്കുന്നത്. പവർ സ്റ്റിയറിംഗും പവർ വിൻഡോയും ഒക്കെയുള്ള മുന്തിയ മോഡലിന് 1,87,000 രൂപ വില വരും. 26 കിലോമീറ്ററിലധികം മൈലേജ് നൽകുന്ന വണ്ടി 464 സിസിയാണ്. 105 കിലോമീറ്റർ വരെയുണ്ട് പരമാവധി വേഗത. ബേസിക്കലി ഇതൊരു ഡ്രീം കം ട്രൂ ആണ്. ജനറലി ദിസ് 1 lakh കാർ എന്ന് പറയുന്ന ഒരു കാർ വിച്ച് വാസ് എ ലോങ് അവൈറ്റഡ് കാർ ഫോർ ദ ഹോൾ ഓഫ് ഇന്ത്യ. 3 മോഡൽ എന്ന് പറയുമ്പോൾ ദ ബേസ് മോഡൽ, അതായത് നാനോ എന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ നാനോ എന്ന് പറയുന്ന മോഡൽ. ദാറ്റ് ഈസ് വിത്തൗട്ട് AC. ഇറ്റ്സ് എ ബേസ് മോഡൽ. അതിൻ്റെ പ്രൈസ് ഇസ് അറൗണ്ട് 1,30,000 എക്സ് ഷോറൂം. പിന്നെ അതിൻ്റെ അടുത്ത മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് CX മോഡൽ. CX മോഡലിൽ AC കൂടെ വരും. AC-യിൽ നമുക്ക് Euro 2ഉം Euro 3ഉം ഉണ്ട്. കേരളത്തിൽ നമുക്ക് Euro 2യുടെ ആവശ്യമേ ഉള്ളൂ. ദാറ്റ് ഈസ് പ്രൈസ്ഡ് അറ്റ് 155 റേഞ്ചിൽ വരും. പിന്നെ ടോപ്പ് എൻഡ് മോഡൽ. ടോപ്പ് എൻഡ് മോഡൽ എന്ന് പറയുന്നത് Euro 3 മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് പ്രൈസ് അറ്റ് 185. അതിൽ ആ നേരത്ത് നമുക്ക് AC ഉണ്ട്, ഫ്രണ്ട് ഡോർ പവർ വിൻഡോസ് ഉണ്ട്, സെൻട്രൽ ലോക്കിംഗ് ഉണ്ട്, കളേർഡ് ബമ്പേഴ്സ് ആയിരിക്കും, ഫോഗ് ലാംപ്സ് ഉണ്ട്. ദ ബെസ്റ്റ് തിങ് അബൌട്ട് ഇറ്റ് ഇസ് ദ സ്പേസ്. സ്പേസ് ഹസ് ബീൻ ബ്യൂട്ടിഫുള്ളി ഡൺ ഇൻ ദിസ് വെഹിക്കിൾ. പിന്നെ നെക്സ്റ്റ് തിങ് ഇസ് ഓൺ ബോഡി ആണെങ്കിലും എല്ലാത്തിലും ദേ ഹാവ് ഡൺ ഇറ്റ് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ മാനർ ഇൻ ദറ്റ് പ്രൈസ്. CC വന്ന 600cc വെഹിക്കിളാണ്. ഇറ്റ്സ് എ 2 cylinder വെഹിക്കിൾ. സ്പേസ് വൈസ് നമ്മൾ കമ്പയർ ചെയ്യാൻ നേരത്തെ ഇറ്റ് ഇസ് വീൽ ബേസിലാണെങ്കിലും അകത്തെ വിഡ്ത്തിലാണെങ്കിലും വി ആർ അബൌട്ട് 21% മോർ ദാൻ മാരുതി 800. മാരുതി 800 ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിൽ മാരുതി 800 ഇറ്റ് ഇസ് 160, വി ആർ അറ്റ് 180, 180. ഹോഴ്സ് പവറിൽ വി ആർ എ ലിറ്റിൽ ബിറ്റ് ബിക്കോസ് അവേഴ്സ് ഇസ് ഓൺലി 600, മറ്റേത് ഇറ്റ്സ് എൻ 800cc വെഹിക്കിൾ. പിന്നെ അതിൻ്റെ ഏറ്റവും അനദർ ബ്യൂട്ടിഫുൾ തിങ് ഇസ് ദ മെനുവറബിലിറ്റി. ടേണിംഗ് റേഡിയസിന് 4 ഉള്ളൂ. വെറസ് ദ റെസ്റ്റ് ഓഫ് തിങ് ഇസ് 4.4 ഒക്കെ വരും. പാർക്കിങ്ങിനും ഇതിനും ഒക്കെ നല്ല സുഖമായിരിക്കും. മൈലേജ് വുഡ് ബി അറൌണ്ട് 23 kilometers വി ആർ ക്ലെയിമിംഗ്. ബട്ട് മേ ബി ഇവിടെ കുറച്ചും കൂടെ കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് അത്രയും കൺജഷൻ ഇല്ല ട്രിവാൻഡ്രത്ത്. ബിക്കോസ് ഇപ്പോൾ പക്ഷേ ARI പ്രകാരം 23 ആണ് പറയുന്നത്. ബട്ട് യു ക്യാൻ ബെസ്റ്റ് എക്സ്പെക്ട് 20 kilometers ഉണ്ട്. പവറിലും കാര്യത്തിലും യു ഡോണ്ട് ഫീൽ, ഞാൻ ഓടിച്ചിരുന്ന വണ്ടി നമ്മൾക്ക് ഒരു പവർ ഇല്ലായ്മ ഫീലിംഗ് വരുന്നില്ല. ഞങ്ങൾ 5 പേരിരുന്ന് പോയിട്ടും വി കുഡ് ഗോ അപ് ടു എ സ്പീഡ് ഓഫ് 105 പറയുന്നത്. ഞങ്ങൾ 90 വരെ, പുതിയ വണ്ടി ആയതുകൊണ്ട് ഒരു 90 വരെ പോയുള്ളൂ. ബുക്കിങ്ങിന് ഏറെ തിരക്കുണ്ടെങ്കിലും എത്ര പേർക്ക് ഈ വർഷം കാറ് കൈക്കലാക്കാമെന്ന് നിശ്ചയമില്ല. 1 ലക്ഷം കാറുകൾ മാത്രമേ ഈ വർഷം ടാറ്റ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. കേരളത്തിൽ തന്നെ ആവശ്യക്കാർ അതിലേറെയുമുണ്ട്. അതുകൊണ്ട് തന്നെ നറുക്കെടുപ്പ് സമ്പ്രദായമായിരിക്കും നടപ്പിലാക്കുക. ഇതിപ്പം ഇപ്പോഴത്തെ പ്രസന്റ് പൊസിഷൻ ഞങ്ങൾക്ക് അറിയാമല്ലോ. സിംഗൂരിൽ വന്നപ്പോൾ ഞങ്ങളിപ്പം പന്ത് നഗറിലാണ് ഇപ്പോഴത്തെ പ്രസന്റ്. ബിക്കോസ് ബേസിക്കലി റേറ്റ്സിലൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1 ലക്ഷം എന്ന് പറയുന്നത് അറ്റ് പന്ത് നഗർ പ്രൈസാണ്. വാറ്റും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ 130. അപ്പം ദ പ്രസന്റ് പ്രൊഡക്ഷൻ ലെവൽ ഇസ് അറൌണ്ട് 2,500 vehicles, which will be stepped up. We expect the first vehicles to come on July. ജൂലൈ ആയിരിക്കും ആദ്യത്തെ 1 ലക്ഷം കാർ ജൂലൈയിൽ. ആദ്യത്തെ മിനിമം ബിക്കോസ് ബേസിക്കലി ഒരു 2,500 വണ്ടിയാണ് ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ 2 മാസമായിട്ട് 3 മാസം ഇപ്പോൾ യു എക്സ്പെക്ട് ദ ഫസ്റ്റ് വെഹിക്കിൾസ് റോൾ ഔട്ട് ഇൻ ജൂലൈ. വന്നേക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 1 ലക്ഷം ലോട്ടറി സ്റ്റൈലിലായിരിക്കും വരാൻ പോകുന്നത്. ബിക്കോസ് ഞങ്ങൾ 265 പരം ഡീലേഴ്സ് ഉണ്ട്. ഭാഗ്യം പോലെ ഇരിക്കും. ബട്ട് ജനറലി കേരളത്തിനായിരിക്കും അവർ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാൻ പോകുന്നത്. സോ വി എക്സ്പെക്ട് എ ഗുഡ് നമ്പർ ഓഫ് ഒരു 10% എങ്കിലും ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ആവശ്യക്കാരും കാറിന്റെ മേന്മയുമൊക്കെ കൂടുന്നുണ്ടെങ്കിലും 1996 യൂനോ കാറുകൾക്ക് വന്ന ബുക്കിംഗ് തിരക്കാണ് ഓർമ്മിപ്പിക്കുന്നത്. 96 യൂനോ കാറിന് വൻ ഡിമാൻഡ് ആയിരുന്നുവെങ്കിലും നിരത്തിലിറങ്ങിയതോടെ ആവശ്യക്കാരുടെ എണ്ണം പകുതിയായി കുറഞ്ഞു, ക്യാൻസലേഷനും കൂടി. എന്നാൽ നാനോ കാറുകൾക്ക് ആ ഗതി ഉണ്ടാവില്ലെന്നാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം. എങ്കിലും നമുക്ക് കാത്തിരുന്ന് തന്നെ നാനോയുടെ ഖ്യാതി വിലയിരുത്തേണ്ടി വരും. ദൂരദർശൻ ബിസിനസ് ഡെസ്കിനു വേണ്ടി ചന്തു എസ് നായർ.